ഈശോയുടെ തീവ്രവേദനയോടെയുള്ള അർത്ഥനകൾ. കർത്താവായ യേശുവേ, ചരിത്രത്തിലുടനീളം അങ്ങ് ഞങ്ങളെ സർവശക്തനായ പിതാവിലേക്ക് തിരികെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിയായ നന്ദിയുള്ളവരാണ്. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഹൃദയം നിറഞ്ഞ വേദനയോടെ ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും ഈ തിരികെ നയിക്കലിൽ അങ്ങേക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ഓർമ്മിക്കുന്നു. അത് ഞങ്ങൾക്ക് കുറയ്ക്കാനാവുമോ? ഞങ്ങളുടെ ജീവിതത്തിലൂടെ അത് ചെയ്യുവാനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനാവശ്യമുള്ളതെല്ലാം ഇനി മുതൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങത് ആഗ്രഹിക്കുന്നതിലൂടെ ഞങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കണമേ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവിനോടൊപ്പം നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഏകദൈവമായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ സകല തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ വേദനകളും പീഡകളും എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ അവിടുത്തെ തിരുരക്തവും ഞാൻ സമർപ്പിക്കുന്നു. ആമീൻ. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ സകല തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ വേദനകളും പീഡകളും എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ അവിടുത്തെ തിരുരക്തവും ഞാൻ സമർപ്പിക്കുന്നു. ആമീൻ. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ സകല തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ വേദനകളും പീഡകളും എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ അവിടുത്തെ തിരുരക്തവും ഞാൻ സമർപ്പിക്കുന്നു. ആമീൻ. വിശ്വസിക്കുന്നേൻ, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തീവ്രവേദനയോടെയുള്ള ഒന്നാമത്തെ അർത്ഥന. എൻ്റെ മകനെ, നീ എവിടെയാണ്? നിന്റെ ഗുരു നിന്നെ നോക്കി നടക്കുകയാണ്. എന്നിലേക്ക് വരിക. കൂടുതൽ അടുത്തു വന്ന് എൻ്റെ ഹൃദയഭേദകമായ അർത്ഥന കേൾക്കുക. എൻ്റെ മകനെ, ഒരിക്കൽ ഒരിടത്ത് ധാരാളം ആടുകളുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ അവയെ നന്നായി പരിപാലിക്കുകയും മേയ്ക്കുകയും ചെയ്തിരുന്നു. അവയ്ക്ക് ദാഹിച്ചപ്പോഴൊക്കെ അവയുടെ ദാഹം ശമിപ്പിക്കുവാനായി അവൻ ജലമൊഴുകുന്ന ഒരരുവിയുടെ അടുക്കിലേക്ക് അവയെ നയിച്ചു. അവരെ വിശക്കുവാൻ അവൻ അനുവദിച്ചില്ല. അവൻ മനോഹരമായ ഒരു പച്ചപ്പുൽത്തകിടിയിലേക്ക് അവയെ നയിച്ചു. അവ ഭക്ഷണം കഴിച്ച് മേധസ്സും ശക്തിയുമുള്ളവരായി വളർന്നു. ചെന്നായ്ക്കളെത്തി ആട്ടിൻകൂട്ടത്തെ മുറിപ്പെടുത്താതിരിക്കുന്നതിനായി അവൻ മേച്ചിൽ സ്ഥലം വേലികെട്ടി സംരക്ഷിച്ചു. ഒരു ദിവസം ആടുകളെല്ലാം കൂടി വിപ്ലവത്തിന് പദ്ധതിയിടുകയും ബലം പ്രയോഗിച്ച് വേലി കടന്ന് വനത്തിലെത്തിച്ചേരുകയും ചെയ്തു. അവിടെ വച്ച് വന്യമൃഗങ്ങൾ അവയെ പിടികൂടി. അവ പ്രത്യാശയില്ലാത്ത അടിമകളെ പോലെയായിരുന്നു. അവരുടെ ശരീരവും രക്തവും ഉത്സവങ്ങൾക്കും അവരുടെ ദേവന്മാർക്കർപ്പിക്കുന്ന മൃഗബലികൾക്കും ഉപയോഗിക്കപ്പെട്ടു. എന്നിരുന്നാലും ആ മനുഷ്യൻ തൻ്റെ ആടുകളെ മറന്നില്ല. അവൻ തൻ്റെ എല്ലാ സേവകരെയും അയച്ചെങ്കിലും അവരെല്ലാം കൊല്ലപ്പെട്ടു. അവസാനം അവൻ തൻ്റെ പുത്രനെ അയക്കുകയും അവൻ ആത്യന്തികമായി യുദ്ധം ജയിക്കുകയും ചെയ്തു. മനുഷ്യപുത്രൻ ഒരിടയനെ പോലെ രാവും പകലും മരുഭൂമിയിലൂടെ ആട്ടിൻകൂട്ടത്തെ നയിച്ചു. വഴിയിൽ വച്ച് അവർ അതിജീവിക്കാനാവാത്ത നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അവർ മനുഷ്യപുത്രനോട് പരാതി പറയുകയും എല്ലാവിധ ക്രൂരമായ വാക്കുകളും അവനെതിരെ ഉച്ചരിക്കുകയും ചെയ്തു. അവസാനം അവർ അവനെ വധിച്ചു. മകനെ, തൻ്റെ പുത്രൻ്റെ മരണത്തെക്കുറിച്ച് പിതാവ് കേൾക്കുമ്പോൾ അവിടുന്ന് എന്താവും ചെയ്യുക എന്നാണ് നീ കരുതുന്നത്? എൻ്റെ മകനെ, നീയും നിൻ്റെ ജനവുമാണ് ആട്ടിൻകൂട്ടം.
ഈ ഭീകര മരുഭൂമിയിൽ ജീവിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി അനേകം പ്രവാചകന്മാരെ അയച്ച എൻ്റെ പിതാവാണ് ആട്ടിൻകൂട്ടത്തിൻ്റെ ഉടമസ്ഥൻ. നിങ്ങൾ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്ത പുത്രൻ ഞാനാണ്. ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്തത്? നിങ്ങളുടെ എല്ലാ പാപപ്രവൃത്തികളെയും മറന്ന് എൻ്റെ പിതാവ് തന്നിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ആഹ്വാനത്തിന് നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല. തിരിച്ചു വരിക, ഓ എൻ്റെ ജനമായ ഇസ്രായേലേ. എൻ്റെ പിതാവിനും എൻ്റെ വിലയേറിയ തിരുരക്തത്തിനുമെതിരായി നിങ്ങളും ലോകം മുഴുവനും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക. ഞാൻ പീഡ അനുഭവിക്കുന്ന യേശുക്രിസ്തുവാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ മുഴുഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങേ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ. ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കും. ആമേൻ. മനസ്താപ പ്രകടനം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്തുതിഗീതം. പീഡ അനുഭവിക്കുന്ന ഞങ്ങളുടെ ഈശോനാഥ, അങ്ങ് വേദനയേൽക്കുകയും ഞങ്ങളുടെ ജീവൻ്റെ വില നൽകുകയും ചെയ്തു. അങ്ങയുടെ തിരുവിഷ്ട ഭൂമിയിൽ നിറവേറട്ടെ. കർത്താവെ, അങ്ങയുടെ കോപത്തിൻ്റെ അഗ്നിയെ തണുപ്പിക്കണമേ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെല്ലാം പാപം ചെയ്തു പോയി. ഇനിമേൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. ദിവ്യകാരുണ്യനാഥ, അങ്ങ് ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഓ കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനമാംസമായ യേശുക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും ഗെത്സമനിലെ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീടധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടുനിണത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. പീഡാനുഭവ പ്രാർത്ഥന. പീഡയനുഭവിക്കുന്ന യേശുനാഥ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡയനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ.